കെ.ആർ. ഗൗരിയമ്മയ്ക്ക് ഇന്ന് 96-ാം പിറന്നാൾ. നിരവധി വിപ്ലവ സ്മരണകൾ പങ്കുവച്ച കെ.ആർ. ഗൗരിയമ്മ തന്റെ വ്യക്തിജീവിതത്തിലെ ചില ഏടുകൾ റിപ്പോർട്ടറോട് പങ്കുവയ്ക്കുന്നു. തൊണ്ണൂറ്റിയാറിന്റെ നിറവിലും ധാവണി ഉടുത്തു നടന്ന തന്റെ കൗമാരകാലം ഗൗരിയമ്മ ഓർത്തെടുത്തു. ആദ്യമായി തന്നോട് പ്രണയാഭ്യർത്ഥന നടത്തിയത് ഒരു പാലക്കാടുകാരൻ പയ്യനാണെന്ന് ചെറിയ ചിരിയോടെയാണ് പറഞ്ഞത്. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുത്തൻ എൻ്റെ പുറകെ നടക്കുമായിരുന്നു, അല്ലാതെ വേറെ ഒന്നും. പാലക്കാട്ടുകാരൻ. പിന്നെ വേറെ എൻ്റെ തന്നെ ബന്ധത്തിലുണ്ടായിരുന്ന ഒരാൾ എന്നോട് ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് എഴുത്ത് വന്നിട്ടുണ്ട്. ടിവിയെ ആദ്യം കാണുന്നത് വീട്ടിൽ വെച്ചാണ്. അന്ന് തന്നെ കണ്ട ടിവി എഴുന്നേറ്റ് നിന്ന് നോക്കി. അപ്പോൾ ഇരിക്കു ടിവി, നിങ്ങളെയല്ല ഞാൻ നോക്കിയതെന്ന് പറഞ്ഞു. ഇതാരാണ് ഈ വൈദ്യനെന്നറിയാൻ പോയി ഒന്ന് ഇങ്ങനെ നോക്കി. ഞാൻ ഉടത്തുന്നപ്പം ഇന്ന് ടി വി തോമസ് വയലാർ പിന്നെ സമരമൊക്കെ കഴിഞ്ഞ് വലിയ നേതാവായിട്ട് വന്ന് നിൽക്കുന്ന കാലമാണ്. അങ്ങേര് വിചാരിച്ച് ഞാൻ ചെന്ന് നോക്കുന്ന അങ്ങേരെ കാണണം. അങ്ങേരെ എഴുന്നേറ്റ് നിന്നിങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെനിക്ക് കാണണ്ട, എനിക്ക് വർഗീസ് വൈദ്യനെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ചിന്തിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇവിടെ വൈദ്യന്മാരല്ല ഹിന്ദുക്കളാണ്, അതുകൊണ്ട് ക്രിസ്ത്യാനി വൈദ്യനുണ്ടെന്ന് പറഞ്ഞാൽ അവനെ കാണാറാണ്. അങ്ങനെയാണ് ആദ്യം ടി വി തോമസിനെ കാണുന്നത്. ടിവിയുമായി പ്രണയത്തിലായിരുന്നുവെങ്കിലും പിന്നീട് അതിൽ നിന്ന് പിന്മാറി. ഒടുവിൽ പാർട്ടി നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് വിവാഹിതരായത്. അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ടും ആളുകൾക്ക്. അപ്പോൾ ഞാൻ ഉറച്ചു നിന്നു, വേണ്ടെന്നുണ്ട് ഉറച്ചു നിന്ന്. പിന്നെ അത് നാട്ടിലെല്ലാം പാർട്ടി സമ്മതിച്ചില്ല. ആളുകളെല്ലാം ഞങ്ങൾ ഒന്നിച്ച് വിളക്കുകയും വാക്കുകളും ഒക്കെ ആയിട്ട് ആളുകളെല്ലാം ഞങ്ങൾ കല്യാണം കഴിക്കുമെന്നും പറഞ്ഞ് ഇത്രയും കാലമായി, അതുകൊണ്ട് കല്യാണം കഴിച്ചുകൊണ്ടുള്ളൂ. മരണത്തിന് തൊട്ടു മുൻപ് ബോംബെയിലെ ആശുപത്രിയിൽ വെച്ച് ടിവിയെ കണ്ടു. അന്ന് ആദ്യമായി ഞാൻ മടങ്ങിപ്പോകുന്ന നേരം ടി വി കരഞ്ഞു. രാത്രിയെ അവർ അങ്ങനെ അന്നാണ് ഞാൻ ബോംബെ പോയിട്ട് ഞാൻ തിരികെ പോരാൻ നേരത്ത് അങ്ങേര് കാറ്റി. അന്നാണ് ഞാൻ പോകുന്നതിലൊരു വിഷമം തോന്നിയത്. ഒരു കാര്യം ഉറപ്പാണ്, ടിവിയുടെ ഓർമ്മകൾ ചാത്തനാട്ടെ വീട്ടിൽ ചിത്രങ്ങളിലൂടെ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകളുടെ വികാരങ്ങൾ പ്രകടമാക്കാത്ത സ്വഭാവമായിരിക്കണം പരസ്പരം സ്നേഹിക്കുന്നുവെന്ന് ഒടുവിൽ തിരിച്ചറിഞ്ഞിട്ടും ഇവരെ ഒരുമിപ്പിക്കാഞ്ഞത്. ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ, ആലപ്പുഴ.